ഇരട്ട വോട്ട് കണ്ടെത്താനോ ഇരട്ട വോട്ട് ചേർക്കുന്നത് തടയാനോ SIRൽ സംവിധാനമില്ല. ഒരു വ്യക്തി 2 സ്ഥലത്തെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ രണ്ടിടത്തും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും. വോട്ടർ പട്ടിക തീവ്ര പരിശോധന പൂർത്തിയായാലും ഇരട്ട വോട്ട് ക്രമക്കേട് തടയാനാവില്ലെന്നാണ് നടപടിക്രമങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനാണ് SIR നടപ്പിലാക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം. എന്നാൽ ഇരട്ട വോട്ട് തടയാൻ SIRൽ സംവിധാനമില്ല. ഒരു വ്യക്തിക്ക് നിലവിൽ 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ 2 സ്ഥലത്തെയും BLOമാരിൽ നിന്ന് എന്യൂമറേഷൻ ഫോം ലഭിക്കും. ഒരു സ്ഥലത്തെ വോട്ട് നിലനിർത്തി രണ്ടാമത്തെ സ്ഥലത്തെ വോട്ട് ഒഴിവാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി 2 സ്ഥലത്തെയും വോട്ട് നിലനിർത്തിയാൽ അത് കമ്മീഷന് കണ്ടെത്താൻ നിലവിൽ കഴിയില്ല. വോട്ടർമാർ ഇങ്ങനെ ചെയ്യില്ലെന്ന വിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു എൻറ്റയർ പ്രോസസ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി റൂൾ ബൗണ്ട് മാത്രമായിട്ടല്ല പോകുന്നത്. അതൊരു പരസ്പര വിശ്വാസത്തിന്റെയും കൂടി പുറത്താണ് നമ്മൾ പോകേണ്ടത്. ലീഗൽ ആക്ടിവിറ്റി ചെയ്യണം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുള്ളപ്പോഴാണ് പിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം 100% സിസ്റ്റം അത് ഡിക്റ്റേറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 99.99% നമ്മളത് ബെറ്റർ ആയിട്ടാണ് കേരളത്തിൽ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് 6 മാസത്തിലധികമായി താമസിക്കുന്നുവെന്ന രേഖ നൽകിയാൽ ഒരു വ്യക്തിക്ക് ഏത് മണ്ഡലത്തിലും വോട്ടറായി മാറാം. രാജ്യവ്യാപകമായി ആരോപണം ഉയർന്ന ഇരട്ട വോട്ട് തട്ടിപ്പ് കേരളത്തിലും നടന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഏത് വ്യക്തിക്കും ലളിതമായ നടപടികളിലൂടെ ഇരട്ട വോട്ട് സംഘടിപ്പിക്കാൻ കഴിയുമെന്നത് SIRന്റെ സുതാര്യതയെ സംശയനിഴലിലാക്കുന്നു. ഇരട്ട വോട്ട് ചേർക്കൽ കുറ്റകരമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നു. വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞാൽ ഇരട്ട വോട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാങ്കേതിക സംവിധാനം ഒരുക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇലക്ഷൻ ID കാർഡിലെ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ ചേർത്ത് കഴിഞ്ഞാൽ അതേ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് വോട്ടർ പട്ടികയിൽ ചേർത്താൻ കഴിയാത്ത വിധമുള്ള സാങ്കേതിക സംവിധാനം വേണം. എന്നാൽ മാത്രമേ ഇരട്ട വോട്ടും കള്ളവോട്ടും തടയാൻ കഴിയൂ. സാങ്കേതിക വിദ്യ ഇത്രമേൽ പുരോഗമിച്ച കാലത്ത് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് ഉപയോഗിക്കാത്തത്? സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്. SIR നടപടികൾ സംസ്ഥാനത്തും തുടങ്ങി. കലക്ടർമാർ ജില്ലകളിലെ പ്രധാന വ്യക്തികളുടെ വീടുകളിൽ നേരിട്ടെത്തി എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ചാണ് നടപടികൾക്ക് തുടക്കമിട്ടത്. BLOമാർ വീടുകളിലും എത്തി തുടങ്ങി. SIRൽ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ നിന്ന് പറഞ്ഞ ഓരോ ബൂത്തിനും തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥരായിരിക്കും. സാഹിത്യകാരൻ T. പത്മനാഭന്റെ വീട്ടിൽ കണ്ണൂർ കലക്ടർ അരുൺ K. വിജയൻ നേരിട്ടെത്തി SIR നടപടികൾക്ക് തുടക്കം കുറിച്ചു. SIRനെ കുറിച്ച് എനിക്ക് എന്റെ അഭിപ്രായമുണ്ട്. ഈ വരുന്നവർ കലക്ടറടക്കം അവർക്ക് അവരെ ഏൽപ്പിച്ച ജോലി ചെയ്യാതെ കഴിയില്ല. ഞാൻ തീർച്ചയായും അതുമായിട്ട് സഹകരിക്കുകയും ചെയ്തു. മറ്റു ജില്ലകളിലും കലക്ടർമാർ പ്രമുഖ വ്യക്തികളുടെ വീടുകളിലേക്കെത്തി. അങ്ങേടവുണ്ട് എല്ലാവരുടേതും ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ എന്യൂമറേഷൻ ഫോമുകൾ കൈപ്പറ്റിയ BLOമാരും വോട്ടർമാരെ കണ്ട് നടപടികൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ SIRനെതിരായ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സർവകക്ഷി യോഗം ആ കാര്യം ചർച്ച ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റും പൊതുവായി തന്നെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി തന്നെ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. 2 ഫോമുകളാണ് ഓരോ വോട്ടറും പൂരിപ്പിച്ച് നൽകേണ്ടത്. 2002 SIRൽ പേരുള്ളവരും ഇല്ലാത്തവരും എന്ന രീതിയിൽ പ്രത്യേകം വിവരങ്ങൾ രേഖപ്പെടുത്തണം. ന്യൂസ് ഡെസ്ക്, മീഡിയ വൺ. തദ്ദേശ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വൻ തിരക്ക്. വീണ്ടും പേര് ചേർക്കാനുള്ള നടപടി ആരംഭിച്ചതോടെ വെബ്സൈറ്റിന് സാങ്കേതിക പ്രശ്നം നേരിടുന്നതായി പരാതി. ആദ്യ മണിക്കൂറുകളിൽ നിരവധി അപേക്ഷകൾ വന്നതാണ് പ്രശ്നമെന്ന് കമ്മീഷൻ വിശദീകരിക്കുന്നു. ഇന്നും നാളെയുമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. സഫാൻ VP വിവരങ്ങൾ നൽകും. സഫാൻ, തദ്ദേശ വോട്ടർ പട്ടികയിൽ നാളെ കൂടെ പേര് ചേർക്കാൻ കഴിയും. അതുകൊണ്ടാണോ ഇത്തരം തിരക്ക്? അങ്ങനെയാണോ ഈ ഒരു സാങ്കേതിക പ്രശ്നം സംഭവിക്കുന്നത്? എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്? കഴിഞ്ഞ 25-ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതായിരുന്നു അന്തിമ പട്ടിക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നേരത്തെ 2 നടപടിക്രമങ്ങളിലൂടെയായിരുന്നു അസാധാരണമായി ഇത്തരത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രതീക്ഷിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്നലെ ഒരു ഉത്തരവോടുകൂടിയാണ് ഇന്നും നാളെയും കൂടി
പേര് ചേർക്കാൻ അവസരമുണ്ടാവുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നത്. അർഹരായവരെ പരമാവധി ഉൾപ്പെടുത്താനാണ് ഈ നടപടി എന്ന കമ്മീഷൻ വിശദീകരിച്ചിരുന്നു. അതേസമയം ഇന്ന് 10 മണി മുതൽ ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചെങ്കിലും ഈ സൈറ്റ് സ്ലോ ആവുന്ന വിഷയം അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകാത്ത വിഷയം അടക്കമുള്ള പരാതികൾ ഉപയോക്താക്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് നാളെ കൂടി അതിന് അവസരമുണ്ട്. പക്ഷേ വലിയ തിരക്കാണ് ഈ സൈറ്റിൽ പേര് ചേർക്കലുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ഉണ്ടാകുന്നത്. ശരി, സഫാനാണ് വിവരങ്ങൾ നൽകിയത്. വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനുള്ള ചുമതല ഏറ്റെടുക്കാൻ വിസമ്മതിച്ച് കൊടുവള്ളി നഗരസഭയിലെ ഉദ്യോഗസ്ഥർ. സമ്മർദ്ദമുണ്ടെന്ന് കാണിച്ചും ഇലക്ഷൻ ക്ലർക്ക് അജീഷിന്റെ ആത്മഹത്യയും ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്ത് നൽകി. ആരും സന്നദ്ധമാകാത്തതിനാൽ കലക്ടർ നിർദ്ദേശിച്ച പരിശോധനയും സ്തംഭിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. കൊടുവള്ളി നഗരസഭയിൽ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നഗരസഭയിലെത്തി 6 ഉദ്യോഗസ്ഥരെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ ചുമതലപ്പെടുത്തി. എന്നാൽ 6 ഉദ്യോഗസ്ഥരും ചുമതല ഏൽക്കുന്നതിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി കത്ത് നൽകുകയാണ് ചെയ്തത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട്. വോട്ടർമാർ കൂട്ടത്തോടെ വെട്ടിമാറ്റിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ചോദിച്ചു വരുന്ന വോട്ടർമാരോട് വിശദീകരിക്കാൻ എന്തെങ്കിലും രേഖകൾ നഗരസഭയിലില്ല. ഇതുണ്ടാക്കുന്നത് വലിയ സമ്മർദ്ദമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചുമതലകൾ നൽകരുതെന്നാണ് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നത്. ഇലക്ഷൻ ക്ലർക്ക് PR അജീഷിന്റെ മരണത്തിന് പിന്നിൽ വോട്ടർ പട്ടിക സംബന്ധിച്ച സമ്മർദ്ദമാണെന്ന ആരോപണം മുനിസിപ്പൽ ചെയർമാൻ തന്നെ ഉന്നയിച്ചിരുന്നു. വോട്ടർ പട്ടിക പരിശോധന പോലും നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ കൊടുവള്ളിയിലുള്ളത്. നഗരസഭാ സെക്രട്ടറിയെ സ്ഥലം മാറ്റാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്. PM ശ്രീ കരാർ മരവിപ്പിക്കാനുള്ള കത്ത് കേന്ദ്ര സർക്കാരിന് ഉടൻ സംസ്ഥാനം കൈമാറും. മന്ത്രിസഭാ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കും. ഉപസമിതി റിപ്പോർട്ട് വരുന്നതുവരെ നടപടികൾ മരവിപ്പിക്കണമെന്നാകും കത്തിൽ സംസ്ഥാനം ആവശ്യപ്പെടുക. പദ്ധതിയുടെ ഭാവി മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് PM ശ്രീ കരാർ മരവിപ്പിക്കാനായി കേന്ദ്രത്തിന് കത്ത് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. ഭാവി നടപടികൾ പഠിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെയും നിയോഗിച്ചു. കേന്ദ്രത്തിന് നൽകാനുള്ള കത്തിന്റെ കരട് നേരത്തെ തന്നെ സർക്കാർ തയ്യാറാക്കിയിരുന്നു. ഈ കത്ത് ഉടൻ കേന്ദ്രത്തിന് കൈമാറും. മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ച കാര്യം കേന്ദ്രത്തെ അറിയിക്കും. ഉപസമിതി റിപ്പോർട്ട് വരും വരെ കരാർ റദ്ദാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുക. ചീഫ് സെക്രട്ടറിയാണ് ഇക്കാര്യങ്ങളടങ്ങിയ കത്ത് തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയ ശേഷമാണ് കേന്ദ്ര സർക്കാരിന് കത്ത് കൈമാറുന്നത്. എന്നാൽ കത്ത് കൈമാറിയാൽ അറിയിക്കാമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ക്യാബിനറ്റിന്റെ സബ് കമ്മിറ്റി വെച്ചേക്കാണല്ലോ, ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടി തീരുമാനിച്ച ശേഷം നമുക്ക് അതിന്റെ ഭാവി നിശ്ചയിക്കാം. കരാർ മരവിപ്പിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്രം പരിഗണിക്കുമോ എന്നതിൽ ആകാംക്ഷ നിലനിൽക്കുകയാണ്. PM ശ്രീയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ SSK ഫണ്ട് ഉൾപ്പെടെയുള്ള വിഹിതം വീണ്ടും കേന്ദ്രം തടഞ്ഞിരിക്കുകയാണ്. മീഡിയ വൺ, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന് കൂടുതൽ കുരുക്ക്. ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വാസുവിന് അറിയാമായിരുന്നുവെന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് മൊഴി നൽകിയതായാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ആദ്യം ദേവസ്വം കമ്മീഷണറും പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു N വാസു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു വാസുവിന്റെ മൊഴി. എന്നാൽ ഈ വാദത്തെ തള്ളുന്നതാണ് സുധീഷിന്റെ മൊഴി. വാസുവിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാമായിരുന്നുവെന്ന് സുധീഷ് മൊഴി നൽകിയതായാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വാസുവിന് അടുത്ത ബന്ധമുണ്ടെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ N വാസുവിന്റെ ഇടപെടലിനെ കുറിച്ച് വിശദമായ പരിശോധന നടത്തുകയാണ്. വാസുവിനെ വൈകാതെ ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിച്ചു വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ കട്ടളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കൂട്ടൽ. ഉന്നതരുടെ ഇടപെടൽ കൂടി വ്യക്തമാക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടായിരിക്കും SIT നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് സൂചന. മീഡിയ വൺ, തിരുവനന്തപുരം. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ചികിത്സാ നടപടികൾ വിലയിരുത്തി. ശ്രീകുട്ടിയെ ന്യൂറോളജി, ന്യൂറോ സർജറി വിഭാഗം ഡോക്ടർമാർ പരിശോധിച്ചു. തലയ്ക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ വെന്റിലേറ്ററിൽ നിലനിർത്തി തലയിലെ മർദ്ദം കുറയ്ക്കാനുള്ള ശ്രമം തുടരുമെന്നും മെഡിക്കൽ ബോർഡ് അറിയിച്ചു. പ്രതിക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശി ബാലമുരുകനാണ് സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ടത്. കൊലപാതകവും കവർച്ചയും ഉൾപ്പെടെ 50-ലധികം കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ.
തൃശൂർ വിയ്യൂർ ജയിൽ പരിസരത്ത് നിന്ന് ബാലമുരുകൻ എന്ന ജയിൽ പുള്ളി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് നാടിനെ നടുക്കിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കേസുകളിൽ കോടതി നടപടികൾ പൂർത്തിയാക്കി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് തിരിച്ചെത്തിക്കുമ്പോഴാണ് പ്രതി ചാടിപ്പോയത്. രാത്രി 11 മണിയോടെ വിയ്യൂർ ജയിലിന് സമീപത്തെത്തിയപ്പോൾ മൂത്രമൊഴിക്കണമെന്ന് പ്രതി ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനായി പുറത്തിറക്കിയപ്പോൾ സമീപത്തെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് ചാടിയ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പ്രതിക്കായി വ്യാപകമായ തെരച്ചിലാണ് തമിഴ്നാട് കേരള പോലീസ് സംഘങ്ങൾ നടത്തുന്നത്. കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമായിരുന്നു രക്ഷപ്പെടുമ്പോൾ വേഷം. ഏതു ഭാഗത്തേക്കാണ് ഇയാൾ മറഞ്ഞു പോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് പറയുന്ന മറ്റൊരു കാര്യം, ഇയാൾ സാധാരണ രക്ഷപ്പെടുന്ന രീതി ബൈക്കുകൾ മോഷ്ടിച്ചുകൊണ്ട് ബൈക്കുകളിൽ കടന്നു കളയുന്ന ഒരു രീതിയാണ് ഇയാൾക്കുള്ളത് എന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ തമിഴ്നാട് പോലീസിന് വീഴ്ച പറ്റിയതായാണ് പ്രാഥമിക നിഗമനം. ആലത്തൂരിൽ നിന്നും പ്രതിക്ക് ഭക്ഷണം വാങ്ങി നൽകിയ ശേഷം കൈവിലങ്ങുകൾ അണിയിച്ചിരുന്നില്ല. പ്രതി പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് കൂടെ ഇറങ്ങിയത്. വിയ്യൂർ ജയിൽ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പ്രതിയെ പുറത്തിറക്കിയത്. ഇക്കാര്യങ്ങളെല്ലാം വിയ്യൂർ പോലീസ് അന്വേഷിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാണ്. നേരത്തെയും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടിരുന്നു. എന്നിട്ടും വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എന്നാണ് ആക്ഷേപം. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1. മലപ്പുറം വളാഞ്ചേരിയിൽ 10 മില്ലി മദ്യം കൈവശം വെച്ചതിന് യുവാവിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലീസിന് രൂക്ഷ വിമർശനവുമായി കോടതി. വളാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർക്കെതിരെയാണ് മഞ്ചേരി ജില്ലാ കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത്തരമൊരു അറസ്റ്റ് നടന്നത് ഏതെങ്കിലും ബനാന റിപ്പബ്ലിക്കിലല്ലെന്നും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണെന്നും കോടതി വിമർശിച്ചു. തിരൂർ പൈങ്കണ്ണൂർ സ്വദേശി ധനേഷിനെയാണ് കഴിഞ്ഞ മാസം 25-ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ യുവാവിന് ഒരാഴ്ചയാണ് ജയിലിൽ കിടക്കേണ്ടി വന്നതും. കോയമ്പത്തൂർ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ വെടിവെച്ച് പിടികൂടി പോലീസ്. പോലീസിനെ ആക്രമിച്ചതുകൊണ്ടാണ് വെടിവെച്ചതെന്ന പോലീസ് വിശദീകരണം. പരിക്കേറ്റ പോലീസുകാരനെയും 3 പ്രതികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. വിവസ്ത്രയായി ക്രൂരമായി പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം വഴിയിൽ ഉപേക്ഷിച്ച് പ്രതികൾ കടന്നുകളഞ്ഞു. പ്രതികൾ തുടിയല്ലൂരിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോയമ്പത്തൂർ പീളമേട് പോലീസ് പ്രതികൾ കഴിയുന്ന സ്ഥലത്തെത്തിയത്. ഗുണ, കാർത്തിക്, സതീഷ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ വെടിവെച്ചാണ് പോലീസ് പിടികൂടിയത്. പോലീസിനെ ആക്രമിച്ച പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതിനാലാണ് വെടിവെച്ചതെന്നാണ് പോലീസ് വിശദീകരണം. ചന്ദ്രശേഖരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് വെട്ടേറ്റിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനെ കോയമ്പത്തൂരിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സതീഷ്, കാർത്തിക് എന്നീ പ്രതികളുടെ 2 കാലിനും വെടിയേറ്റു. ഗുണ എന്ന പ്രതിയുടെ 1 കാലിനും വെടിയേറ്റിട്ടുണ്ട്. 3 പേരെയും കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾ സ്ഥിരം കുറ്റവാളികളാണെന്ന് പോലീസ് അറിയിച്ചു. ബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനി ചികിത്സയിലാണ്. മീഡിയ 1 പാലക്കാട്. നവംബറിലും KSEB സർചാർജ് പിരിക്കും. യൂണിറ്റിന് 10 പൈസയാണ് സർചാർജായി ഈടാക്കുക. സെപ്റ്റംബറിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിൽ 58.47 കോടി അധിക ബാധ്യതയുണ്ടായി എന്നാണ് KSEB കണക്ക്. ഇതാണ് ഇന്ധന സർചാർജായി ഉപഭോക്താക്കളിൽ നിന്ന് പിരിക്കുന്നത്. കഴിഞ്ഞ മാസവും യൂണിറ്റിന് 10 പൈസയായിരുന്നു ഇന്ധന സർചാർജ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് കുട്ടികളുടെ സിനിമകളെ അവഗണിച്ചതിനെതിരെ വ്യാപക വിമർശനം. കുട്ടികളുടെ കുറെ കൂടി നല്ല സിനിമകൾ ഉണ്ടാവണമെന്നുള്ള ജൂറിയുടെ വിലയിരുത്തലിനെതിരെയാണ് പ്രതിഷേധം. പ്രശ്നം ചർച്ച ചെയ്യാൻ ഉടൻ യോഗം വിളിക്കുമെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. This year jury did not give the best children's film and the best child artist, boy and girl. For the simplest reason, we did not find a single film or a single attempt to make a children's film. കുട്ടികളുടെ 6 ചിത്രങ്ങളാണ് മത്സരത്തിന് തിരഞ്ഞെടുത്തത്. എന്നാൽ അവാർഡിന് പരിഗണിക്കാൻ തക്ക നിലവാരമുള്ളവയായിരുന്നില്ലെന്നും കുട്ടികളുടെ മികച്ച സിനിമ, മികച്ച ബാലതാരം ആൺ, മികച്ച ബാലതാരം പെൺ എന്നീ വിഭാഗങ്ങളിൽ അവാർഡുകൾ നൽകേണ്ടതില്ലെന്ന് ജൂറി തീരുമാനിക്കുകയായിരുന്നു. സമർപ്പിക്കപ്പെട്ട ചിത്രങ്ങൾ കുട്ടികളുടെ വീക്ഷണകോണിൽ നിന്നുള്ളവയായിരുന്നില്ല. അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കുട്ടികൾക്കായി സൃഷ്ടിക്കപ്പെട്ടില്ലെന്നും ജൂറി വിലയിരുത്തി. എന്നാൽ ഇപ്പോൾ ജൂറിയുടെ വിലയിരുത്തലിൽ വിമർശനം ശക്തമാകുകയാണ്. ജൂറി കണ്ണടച്ച് ഇരുട്ടാക്കരുതെന്ന് ബാലതാരം ദേവനന്ദ വിമർശിച്ചു. ജൂറിയുടെ തീരുമാനത്തിനെതിരെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ അണിയറ പ്രവർത്തകരും രംഗത്തെത്തി. സ്ഥാനാർത്ഥി ശ്രീകുട്ടനും ഗു ഫീനിക്സും ARM അടക്കമുള്ള ഒരുപാട് സിനിമകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടികൾ പ്രധാന കഥാപാത്രമായ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമ ഉണ്ടായിട്ടും ക്രിയേറ്റീവ് മൂല്യമില്ലെന്ന ജൂറിയുടെ വാദം നിരുത്സാഹപ്പെടുത്തുന്നതാണെന്നും വിമർശനമുണ്ട്.
അതേസമയം വിഷയം പരിശോധിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. 2 സിനിമകൾ അവസാന ലാപ്പിലേക്ക് എത്തി. അത് ലാസ്റ്റ് പരിഗണനയ്ക്ക് വേണ്ടി ഒരു ക്രിയേറ്റീവായ ഒരു സിനിമയായി ആ 2 സിനിമയെ അവർ കണ്ടു. ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആ സിനിമ എത്തിയില്ല എന്ന ഒരു വിലയിരുത്തൽ നടത്തുകയും അടുത്ത വർഷം ബാലതാരങ്ങൾക്ക് അവാർഡ് ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മീഡിയ 1 തിരുവനന്തപുരം. മധ്യപ്രദേശിലെ ജാബുവിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി വൈദികനെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി ഫാദർ ഗോഡ്വിനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 25-നാണ് CSI വൈദികനായ ഗോഡ്വിനെ രക്തം പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനിടെ സിറോ മലബാർ സഭാ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിമാന ടിക്കറ്റ് റീഫണ്ടിംഗ് നിയമങ്ങളിൽ കാതലായ മാറ്റം വരുത്താൻ DGCA. ടിക്കറ്റ് ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ചെയ്യാനും യാത്രാ തീയതി മാറ്റുന്നതിനും പണം ഈടാക്കരുത്. നിയമനിർമ്മാണത്തിന്റെ കരട് ഉടൻ പുറത്തിറങ്ങും. വിമാനയാത്രക്കാർക്ക് വലിയ ആശ്വാസമാകുന്ന തീരുമാനമാണ് DGCA സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. വിമാന ടിക്കറ്റ് റീഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആദ്യ 24 മണിക്കൂറിനുള്ളിൽ പേരിൽ തിരുത്തലുകൾക്ക് യാതൊരു ചാർജും ഈടാക്കില്ല. അതുപോലെ 48 മണിക്കൂറിനുള്ളിൽ യാത്രാ തീയതികളിൽ മാറ്റം വരുത്തുന്നതിനോ ക്യാൻസൽ ചെയ്യുന്നതിനോ ചാർജ് ഉണ്ടാകില്ല. ടിക്കറ്റ് റീഫണ്ടിംഗ് 21 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കണമെന്നും DGCA നിർദ്ദേശിക്കുന്നു. മെഡിക്കൽ എമർജൻസി കേസുകളാൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ യാത്രക്കാരന് ടിക്കറ്റ് റീഫണ്ട് ചെയ്യുകയോ ക്രെഡൻഷ്യൽ സൗകര്യം നൽകുകയോ ചെയ്യാം. എന്നാൽ ആഭ്യന്തര വിമാനയാത്രകളിൽ 5 ദിവസത്തിനുള്ളിൽ പുറപ്പെടേണ്ട വിമാനങ്ങളുടെ ടിക്കറ്റുകൾക്കും അന്താരാഷ്ട്ര യാത്രാ ടിക്കറ്റുകളിൽ 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടേണ്ട വിമാനങ്ങളുടെ ടിക്കറ്റുകൾക്കും എയർലൈൻ വെബ്സൈറ്റ് വഴി നേരിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഈ ആനുകൂല്യം ലഭിക്കില്ല. പുതിയ നിയമം സംബന്ധിച്ച് കരടുടൻ തന്നെ പുറത്തുവിടുമെന്നും നവംബർ 30 വരെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുമെന്നുമാണ് സൂചന. DGCAയുടെ ഈ നിർണായക നിയമനിർമ്മാണം യാത്രക്കാരുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 ഡൽഹി. കേരള സർവകലാശാലയ്ക്കെതിരെ ജാതി വിവേചന ആരോപണം. SFI മുൻ നേതാവ് വിപിൻ വിജയനാണ് ജാതി വിവേചനം ആരോപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. താൻ നേരിട്ട അനുഭവങ്ങൾ പറഞ്ഞാണ് പോസ്റ്റ്. വിപിന് സംസ്കൃതം അറിയില്ലെന്നും സംസ്കൃതത്തിൽ PhD നൽകരുതെന്നും കാണിച്ച് ഡീൻ ഡോക്ടർ CN വിജയകുമാരി VCക്ക് കത്ത് നൽകിയത് വിവാദമായിരുന്നു. ആ പുസ്തകം എല്ലാവരും വായിക്കട്ടെ. വായിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനും. ആത്മകഥയുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ സംസാരിക്കുകയായിരുന്നു. വിമർശിക്കുന്ന എല്ലാവരും തന്റെ ആത്മകഥ വായിച്ചു നോക്കണമെന്നും പുസ്തകത്തിൽ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് വിശദീകരിക്കാൻ തയ്യാറാണെന്നുമാണ് EP ജയരാജൻ പറഞ്ഞത്. മൂന്നാറിൽ മുംബൈ സ്വദേശിയായ യുവതിയോട് ടാക്സി ഡ്രൈവർമാർ മോശമായി പെരുമാറിയതിൽ കർശന നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. യുവതിയോട് മോശമായി പെരുമാറിയ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യും. അപമര്യാദ കാണിച്ച ഡ്രൈവർമാർക്കും ഒത്താശ ചെയ്ത പോലീസുകാർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. യാത്രയ്ക്ക് ഓൺലൈൻ ടാക്സി വിളിച്ചതിനാണ് മുംബൈ സ്വദേശിനിയെ ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയത്. ഇത് മൂന്നാറിൽ തനി ഗുണ്ടായിസമാണ് നടക്കുന്നത്. പല വണ്ടികൾക്കും പെർമിറ്റ് ഇല്ല, പലർക്കും ലൈസൻസ് ഇല്ല. അത് അനുവദിക്കത്തില്ല. ലൈസൻസ് ഇല്ലാതെയാണ് വണ്ടി. കഴിഞ്ഞ പ്രാവശ്യം ഡബിൾ ഡെക്കറിൻ്റെ ഇഷ്യൂ കഴിഞ്ഞൊരു പരിശോധന നടത്തി. അപ്പോൾ ലൈസൻസ് ഇല്ലാത്തതാണ് വണ്ടി ഓടിക്കുന്നത്. പെർമിറ്റ് ഇല്ലാത്ത വണ്ടി, ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി എല്ലാം പിടിക്കും. നാളെ മുതൽ മൂന്നാറിൽ വീണ്ടും പരിശോധന. കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസിന്റെ പ്രതികാര നടപടി തുടരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫലിനെതിരെ പോലീസ് കള്ളക്കേസെടുത്തത്. ഫ്രഷ് കട്ടിനെതിരായ സമരത്തിലും പോലീസിന്റെ പ്രതികാര നടപടിയാണെന്നും OJ ജനീഷ് ആരോപിച്ചു. നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിലേക്ക് തന്നെയാണ്. കേരള സർവകലാശാലയ്ക്കെതിരെ ജാതി വിവേചന ആരോപണം. SFI മുൻ നേതാവ് വിപിൻ വിജയനാണ് ജാതി വിവേചനം ആരോപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. താൻ നേരിട്ട അനുഭവങ്ങൾ പറഞ്ഞാണ് പോസ്റ്റ്. ജീവിതം വഴുതിപ്പോകുന്നു, ജാതി വിവേചനത്തിന്റെ അട്ടഹാസങ്ങൾ കേൾക്കാം എന്നാണ് വിപിൻ വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കം. ഗവേഷണ വിദ്യാർത്ഥിയായ വിപിൻ വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരള സർവകലാശാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്.
ഒക്ടോബർ 5-നാണ് വിപിന്റെ ഗവേഷക പ്രബന്ധത്തെക്കുറിച്ചുള്ള പൊതുചർച്ച നടന്നത്. തുടർന്ന് സംസ്കൃത ഭാഷ പോലും വിദ്യാർത്ഥിക്ക് അറിയില്ലെന്നും PhD നൽകരുതെന്നും കാണിച്ച് ഭാഷാ വിഭാഗം ഡീൻ ഡോക്ടർ CN വിജയകുമാരി VCക്ക് റിപ്പോർട്ട് നൽകി. സംസ്കൃതത്തിൽ MA, BEd, MEd, MPhil ബിരുദങ്ങൾ നേടിയ വ്യക്തിയാണ് വിപിൻ വിജയൻ. MPhil പ്രബന്ധം ഡോക്ടർ വിജയകുമാരിയുടെ തന്നെ മേൽനോട്ടത്തിലാണ് വിപിൻ പൂർത്തിയാക്കിയത്. സംസ്കൃതം അറിയാത്ത വ്യക്തിയെന്ന അധ്യാപികയുടെ വാക്കുകൾ ഉണങ്ങാത്ത മുറിവായെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിപിൻ പറയുന്നു. വർഷങ്ങൾ കൊണ്ട് നേടിയ അക്കാദമിക നേട്ടവും മെരിറ്റും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി. സത്യത്തിന് വിലയില്ലേയെന്നും വിപിൻ ചോദിക്കുന്നു. തന്റെ രാഷ്ട്രീയം ചർച്ചയാക്കുമ്പോൾ അധ്യാപികയുടെ സംഘപരിവാർ രാഷ്ട്രീയം ചർച്ചയാക്കാത്തത് എന്താണെന്ന ചോദ്യവും വിപിൻ ഉന്നയിക്കുന്നുണ്ട്. ഡോക്ടർ വിജയകുമാരിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ VC അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. ലോകമുറ്റുനോക്കുന്ന ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന്. ഇന്ത്യൻ വംശജനും ഫലസ്തീൻ അനുകൂലിയുമായ യുവനേതാവ് സൊഹ്റാൻ മംതാനി ന്യൂയോർക്കിന്റെ മേയറാകാൻ സാധ്യതയേറെയാണ്. മംതാനി മേയറായാൽ ന്യൂയോർക്കിലേക്കുള്ള ഫണ്ടുകൾ തടയുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. ഈ വാർത്തകൾ ചുരുക്കത്തിൽ. കടൂരിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. മമ്പറം സ്വദേശി ധനേഷ് പിടിയിൽ. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 416 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. പിടികൂടിയത് കൂട്ടിലങ്ങാടി സ്വദേശി മുജീബ് റഹ്മാനെ. തൃശൂർ ഹൈറോഡിൽ അപകടകരമായ രീതിയിൽ കൂറ്റൻ ഫൈബർ വള്ളം കൊണ്ടുപോയ പിക്കപ്പ് വാൻ പിടികൂടി. ഫിറ്റ്നസും ഇൻഷുറൻസും ഇല്ലാത്തതിനാൽ 27,500 രൂപ പിഴയിട്ടു. കാസർഗോഡ് വാഹനാപകടത്തിൽ BJP പ്രവർത്തകൻ മരിച്ചു. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാരോപിച്ച് BJP പ്രതിഷേധം. കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പെരിന്തൽമണ്ണയിൽ 52 ഗ്രാം ഹെറോയിനുമായി അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ. പിടിയിലായത് അസം സ്വദേശി മുസഹിദുൽ ഇസ്ലാം. ഡൽഹിയിൽ ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ കരോൾ ബാഗ് സ്വദേശിക്ക് 10 ലക്ഷം രൂപ നഷ്ടം. തട്ടിപ്പ് UP ഭീകരവിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന. മറയൂർ ചന്ദന റിസർവിൽ പുലി റിസർവിനുള്ളിൽ തുടരുന്നുവെന്ന് വനം വകുപ്പ്. UEFA ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് സൂപ്പർ പോരാട്ടങ്ങൾ. ലിവർപൂൾ റയൽ മാഡ്രിഡിനെയും PSG ബയൺ മ്യൂണിക്കിനെയും നേരിടും. യുവന്റസിന് സ്പോർട്ടിംഗ് ക്ലബ് പോർച്ചുഗലാണ് എതിരാളികൾ. ടോട്ടനം FC കോപ്പർഹേഗനുമായും അത്ലറ്റിക്കോ മാഡ്രിഡ് റോയൽ യൂണിയനുമായും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30-ക്കാണ് മത്സരങ്ങൾ. ഇന്ന് രാത്രി 11:15 നടക്കുന്ന മത്സരത്തിൽ ആഴ്സണൽ സ്ലാവിയ പ്രാഗയെ നേരിടും.